തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ ഗുരുതരാവസ്ഥയിലെത്തിച്ച KSRTC ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ പരാതി. ചികിത്സ വൈകിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ഇത് സർക്കാർ ആശുപത്രി അല്ലേ എന്ന ജീവനക്കാർ ചോദിച്ചുവെന്നും ഡ്രൈവർ സാദിഖ്. അതിൽ ഡ്രൈവർ കുറച്ച് ക്രിട്ടിക്കലായ കാരണം നമ്മൾ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നമ്മളൊരു 1:30-2 മണി ട്രെയിൻ അവിടെ എത്തുമ്പോൾ അവിടെ എത്തിയപ്പോൾ നേരെ കാഷ്വാലിറ്റി ബൈസ്റ്റാൻഡർ ആരും ഇല്ല. ഞാൻ തന്നെ കാഷ്വാലിറ്റി കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉറങ്ങാം, ഒരാൾ മാത്രമേ എണിച്ചിരിക്കണുള്ളൂ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരെ വന്നിട്ട് നമ്മളെടുത്ത് റൈസായി വർത്താൻ ചൂടായി. ഡോക്ടേഴ്സ് എണിച്ചു. ആൾക്കാണെങ്കിൽ ബാക്കിയുള്ള ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാൻ ഒരു മടി. അപ്പോൾ നമ്മളവിടെ വർത്താനാക്കിയപ്പോൾ ആൾ എണിച്ചു. കുറേ പേപ്പേഴ്സ് അങ്ങോട്ട് ഇവിടെ നോക്കി. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ നിർത്തി. നമ്മളവിടെ എത്തുമ്പോഴത്തേനും ആളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. മൂക്കിൽ നിന്നും ചെവിട്ടിൽ നിന്നും ആകെ ബ്ലഡും ആകെ കുറേ വൊമിറ്റിയൊക്കെ ഉണ്ടായി. ഇന്ന് പുലർച്ചെ കുന്നംകുളം പന്നിത്തടത്താണ് KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത്. അമൽ സുരേന്ദ്രൻ മറ്റു വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് വിവരം? നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെ തന്നെ 24 ഈ വാർത്ത നൽകിയിരുന്നു. പന്നിത്തടത്ത്, അതായത് തൃശ്ശൂർ പന്നിത്തടത്ത് കുന്നംകുളത്ത് നിന്ന് വരുന്ന മീൻ ലോറിയും കുമളിയിലേക്ക് പോവുകയായിരുന്ന, കോഴിക്കോട് നിന്ന് കുമളിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റു. അതിൽ ഡ്രൈവറുടെ നില ഗുരുതരമായിരുന്നു. ഡ്രൈവർ രാജേഷിനെ ആ സമയത്ത്, അതായത് 1 മണിക്ക് ശേഷം, ഈ അപകടമുണ്ടായതിനു ശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് 45 മിനിറ്റോളം ഈ ഡ്രൈവറെ സ്ട്രക്ചറിൽ കിടത്തുകയും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ നൽകിയില്ല എന്ന ഗുരുതര ആരോപണവുമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയ ആംബുലൻസിന്റെ ഡ്രൈവർ സാദിഖ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന രീതിയിൽ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, അവിടുത്തെ, അതായത് മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് നേരെയും അല്ലെങ്കിൽ KSRTC ജീവനക്കാർക്ക് നേരെയും ഒരു മോശമായിട്ടുള്ളൊരു പെരുമാറ്റം പോലും ഉണ്ടായി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ KSRTC ജീവനക്കാരുടെ തന്നെ അഭിപ്രായം മാനിച്ചാണ് ഇവരെ നേരെ തൊട്ടടുത്തുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. അതായത് ഈ ആശുപത്രി, അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, റെഡ് സോണിൽ വേണ്ടത്ര ബെഡുകളില്ല, അതിനാൽ ഇപ്പോൾ രോഗിയെ ബെഡിലേക്ക് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് 45 മിനിറ്റോളം ഈ KSRTC ഓടിച്ചിരുന്ന ഗുരുതരാവസ്ഥയിലായ രാജേഷിനെ സ്ട്രക്ചറിൽ തന്നെ കിടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമാണ് എന്ന് ഇന്നലെ തന്നെ മനസ്സിലാവുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിരുന്നില്ല എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരുമായി മറ്റും ഈ ആംബുലൻസ് ഡ്രൈവറുമായി ഒരു ചെറിയ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിവരം ഇപ്പോൾ വേണ്ടത്ര രീതിയിൽ അധികൃതരെയൊക്കെ അറിയിച്ചുവെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് തന്നെ KSRTC ജീവനക്കാർക്ക് തന്നെ നേരിടുന്ന ദുരവസ്ഥ ഇതാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാന വ്യാപകമായി തന്നെ സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായതാണ്. അതുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. SKN. ഓക്കെ, താങ്ക് യു.